നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. തുടരെ 5 വിജയങ്ങൾ. ഫോമിൻ്റെ പാരമ്യതയിൽ കത്തിക്കയറി നിൽക്കുകയാണ് SRH. ആ SRHനെയാണ് KKR നേരിടാനുള്ളത്. തുടരെ പരാജയങ്ങളിൽ നിന്ന് അവരൊടുവിൽ രക്ഷപ്പെട്ട് 2 കളി വിജയിച്ച് നിൽപ്പാണ് KKR. അതുകൊണ്ട് ആ മൊമെൻറ്റം തുടരാനുള്ളൊരു ശ്രമം അവരും നടത്തും. അപ്പോൾ ഇന്നത്തെ കളി തീവറക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഫോമിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരല്പം ആധിപത്യമുള്ളത് SRHനാണ്. മത്സരം ഹൈദരാബാദിൽ ഇന്ന് ഡബിൾ ഹെഡർ ഉണ്ടല്ലോ. അപ്പം ഉച്ചതിരിഞ്ഞ് 3:30 ഈ ഒരു കളി നടക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം പതിരാന ഫിറ്റാണ്. അദ്ദേഹം ഒരു പക്ഷേ ഇന്ന് കളിച്ചേക്കും. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ KKR കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, LSCക്കെതിരെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ടിം സൗത്തി പറഞ്ഞത് ലുക്ക് അറ്റ് ദി കണ്ടീഷൻസ് ആൻഡ് മേക്ക് ഡിസിഷൻ ഫോർ വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ ദി സൈഡ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കുമെന്നുള്ളത് ഗ്രൗണ്ടും പിച്ചും ഒക്കെ നിരീക്ഷിച്ചതിന് ശേഷം ഫൈനലായിട്ട് മാത്രമേ തീരുമാനമെടുക്കൂ. അതായത് അവസാന ഘട്ടത്തിൽ മാത്രമേ, ഫൈനൽ മൊമെൻറ്റിൽ മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് ടിം സൗത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ഒരു പ്രോബിൾ 12, KKRൻ്റെ പ്രോബിൾ 12 നോക്കുകയാണെങ്കിൽ അജിങ്ക്യ രഹാനെ, ടിം സിഫേർട്ട്, അങ്ക്രീസ് രഘുവൻഷി, കാമറൺ ഗ്രീൻ, റൗമൻ പവൽ, റിങ്കു സിംഗ്, സുനിൽ നരയൻ, അനുകുൽ റോയി, രമൺദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, കാർത്തിക് ത്യാഗി, വൈഭവ് അറോറ. അതല്ല ഇനി പതിരാനയെ കളിപ്പിക്കുകയാണെങ്കിൽ ഒരു വിദേശ താരത്തെ പിൻവലിച്ച് അദ്ദേഹത്തെ ഇറക്കേണ്ടി വരും. സോ അത് ഏത് രൂപത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മറുഭാഗത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കളി ജയിച്ച ടീമിൽ അവർ മാറ്റം വരുത്താൻ ഒട്ടും സാധ്യതയില്ല. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള വിക്കറ്റ് ഓപ്പണിംഗ്, പിന്നാലെ ഇഷാൻ കിഷൻ, പിന്നെ ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, സുനിൽ അറോറ, അനികേത് വർമ്മ, പാറ്റ് കമിൻസ്, ഹർഷ് ദ്യൂബെ, ഇസാൻ മലിംഗ, പ്രഫുൽ ഹിഞ്ചെ, സാക്കിബ് ഹുസൈൻ. ഏതായാലും മികച്ചൊരു പോരാട്ടം ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. റൺ ഒഴുകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.